ഇന്നലെ കേരള കൗമുദിയുടെ ഓൺലൈൻ പത്രം വായിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അതിലൊരു വാർത്തയിൽ കണ്ണുടക്കിയത്. നല്ലൊരു സംഭവമാണ്. ഇല്ലുമിനാറ്റികളെ കുറിച്ചാണ് ആ വാർത്ത. ഇല്ലുമിനാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ എപ്പോഴും അറിയാൻ താല്പര്യമുള്ള നിഗൂഢമായ രഹസ്യങ്ങളുള്ള ഒരു കൂട്ടം മനുഷ്യരാണ്. ഇവരെക്കുറിച്ച് എന്താണ് കേരള കൗമുദി കണ്ടുപിടിച്ച് എഴുതി വെച്ചിരിക്കുന്നത് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നേരെ ആ കേരള കൗമുദി ഓൺലൈനകത്തോട്ടിറങ്ങി. അപ്പോൾ ഒരു വളരെ വിശാലമായിട്ടൊരു ലേഖനം അങ്ങോട്ട് എഴുതി സമർപ്പിച്ചിരിക്കുകയാണ്. അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് ഇലുമിനാറ്റി മൊത്തം നിയന്ത്രിക്കുന്നത് കേരളത്തിൽ നിന്ന് കേരള കൗമുദിയാണോ എന്നൊരു സംശയം തോന്നിപ്പോകുന്ന തരത്തിലാണ് അവർ ആ ഇലുമിനാറ്റികളെ കുറിച്ച് എഴുതി തകർത്ത് സമർത്ഥിച്ചു വെച്ചിരിക്കുന്നത്. കേരള കൗമുദി പറയുന്നത് ഈ ഇലുമിനാറ്റിയിൽ പെടുന്ന ഈ ഇലുമിനാറ്റികൾ എന്ന് പറയുന്ന 13 കുടുംബങ്ങളാണ് ലോകത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്നതെന്നാണ്. അമേരിക്കയിലും ചൈനയിലും ജപ്പാനിലും റഷ്യയിലും ജർമ്മനിയിലും ഒക്കെ ആയിട്ട് ഈ 13 കുടുംബങ്ങൾ ഇങ്ങനെ പടർന്ന് കിടക്കുകയാണത്രേ. ലോകത്ത് ആര് ഭരിക്കണമെന്നും ആര് വ്യവസായം ചെയ്യണമെന്നും ഏതൊക്കെ തീവ്രവാദ സംഘടനകൾ എങ്ങനെയെല്ലാം പ്രവർത്തിക്കണമെന്നും ആരോഗ്യരംഗം എങ്ങനെ ആയിരിക്കണമെന്നും സയൻസും ശാസ്ത്ര സാങ്കേതിക വിദ്യകളും ഒക്കെ എങ്ങനെ ആയിരിക്കണമെന്ന് സകലമാന കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഈ ഇലുമിനാറ്റികളാണെന്നാണ് കേരള കൗമുദി പറയുന്നത്. പിന്നെ ഈ 13 ഇല്ലുമിനാറ്റികളുടെ ബ്ലഡ് ലൈനുകളെ കുറിച്ചൊരു ലിസ്റ്റ് ഔട്ട് ഉണ്ടാക്കി ആ 13 കുടുംബങ്ങളെ കുറിച്ച് ലിസ്റ്റ് ഔട്ട് ചെയ്തും കേരള കൗമുദി എഴുതി വെച്ചിട്ടുണ്ട്. എവിടെ നിന്നാണാവോ കേരള കൗമുദിക്ക് ഇത്രയും വിവരങ്ങളൊക്കെ കിട്ടിയത് എന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ ഇലുമിനാറ്റികളെ കുറിച്ചൊന്ന് വീണ്ടും വായിക്കാനിടയായപ്പോൾ എന്നാൽ പിന്നെ ഈ ഇലുമിനാറ്റികളെ കുറിച്ച് ഒന്ന് അന്വേഷിച്ച് കളയാം എന്ന് കരുതിയിട്ട് ഞാനൊരു അന്വേഷണം ഇന്നലെയും ഇന്നുമായിട്ടൊക്കെ നടത്തി. ആ അന്വേഷണത്തിൽ കണ്ടെത്തിയ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. ഈ ഇലുമിനാറ്റികളെ കുറിച്ച് അന്വേഷിക്കാൻ ഇറങ്ങിയപ്പോൾ മനസ്സിലാക്കിയ ഒരു സംഗതി എന്ന് പറയുന്നത് ഇലുമിനാറ്റികൾക്ക് ചരിത്രപരമായിട്ടുള്ള അടിസ്ഥാനമുണ്ട് എന്നുള്ളതാണ്. 1776 ജർമ്മനിയിൽ ജീവിച്ചിരുന്ന ആദം വെബ്റ്റ് എന്ന പേരായിട്ടുള്ള ഒരു ജർമ്മൻ പ്രൊഫസർക്ക് ഫ്രഞ്ച് ഫിലോസഫിയിലെ സെക്യുലറിസത്തിലും അവരുടെ റേഷണൽ തിങ്കിങ്ങിലുമൊക്കെ ഒരുപാട് ഇഷ്ടവും താല്പര്യവും ഒക്കെ തോന്നുകയും ഈ വിഷയങ്ങളെ സംരക്ഷിക്കുകയും അടുത്ത തലമുറകൾക്കായിട്ട് പങ്കുവെക്കണമെന്നൊരാഗ്രഹം ഉണ്ടാവുകയൊക്കെ ചെയ്തു. ഇതിനു വേണ്ടിയിട്ട് ഒരു സംഘടന രൂപീകരിച്ച് പ്രവർത്തിക്കണം എന്ന് അദ്ദേഹം ചിന്തിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അന്നുണ്ടായിരുന്ന ഫ്രീ മേസൺസ് എന്ന് പറയുന്ന ഒരു സംഘടനയിൽ അംഗമാകുവാൻ ഇദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ ഫ്രീ മേസൺസിൽ ചേരുവാനുള്ള അംഗത്വ ഫീസ് അന്ന് വളരെ ഭീമമായൊരു തുകയായതിനാൽ അത് ഇദ്ദേഹത്തിന് കൊടുക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് ഇദ്ദേഹത്തിന് ഫ്രീ മേസൺസിനൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പരാജയം സമ്മതിക്കാതെ സ്വന്തമായിട്ട് ഒരു രഹസ്യ സംഘടന ഉണ്ടാക്കിയിട്ട് ഈ ഫ്രഞ്ച് ഫിലോസഫിയിലെ ഈ സെക്യുലറിസവും റേഷണൽ തിങ്കിങ്ങും ഒക്കെ വളർത്തിയെടുക്കാനായിട്ട് ഒരു ശ്രമം നടത്തി. അങ്ങനെ അദ്ദേഹം സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഈ രഹസ്യ സംഘടനയുടെ പേരാണ് ദ ഓർഡർ ഓഫ് ഇലുമിനാറ്റി. ഈ പേര് നൽകിയതും നമ്മുടെ പ്രൊഫസർ ആദം തന്നെയാണ്. അദ്ദേഹം ഈ സംഘടനയെ ഉണ്ടാക്കുകയും ഇതിൽ അംഗങ്ങളെയൊക്കെ ചേർക്കുകയും ഇതിൻ്റെ ലക്ഷ്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അവരുണ്ടാക്കിയെടുത്ത ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് ഓരോ മനുഷ്യനും സ്വയം നവീകരിക്കപ്പെടണമെന്നും സ്വയം പഠിക്കണമെന്നും സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ സമൂഹത്തെ പരിഷ്കരിക്കാൻ ശ്രമിക്കണം എന്നുമൊക്കെയാണ്. അതിലുപരി എല്ലാ മനുഷ്യർക്കും സ്വതന്ത്രമായിട്ടുള്ള ചിന്തകൾ ഉണ്ടായിരിക്കണമെന്നും ആദവും അദ്ദേഹത്തിൻ്റെ ഇല്ലുമിനാറ്റി എന്നുള്ള സംഘടനയും ആലോചിച്ചുറപ്പിച്ച് തീരുമാനിച്ച് പ്രവർത്തിക്കാൻ ആരംഭിച്ചു. ഇങ്ങനെ പ്രവർത്തനം തുടങ്ങുകയും ഒരുപാട് ആൾക്കാർ ഈ ഇല്ലുമിനാറ്റിയിൽ ആകൃഷ്ടരാവുകയൊക്കെ ചെയ്ത സമയത്ത് സ്വാഭാവികമായിട്ട് കൺസർവേറ്റീവുകൾക്ക് ഈ സംഘടനയോട് എതിർപ്പുണ്ടായി. അതിനുള്ള പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഇല്ലുമിനാറ്റികൾ ഒരു മതത്തിലും വിശ്വസിക്കാതെ മതങ്ങൾക്ക് പുറത്ത് ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ആ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അതോടുകൂടി കൺസർവേറ്റീവുകളുടെ പ്രേരണയോടുകൂടി ഈ സഭ നമ്മുടെ ഇല്ലുമിനാറ്റിയെ നിരോധിക്കുകയും രഹസ്യമായി ഇവർ യോഗങ്ങൾ ചേരുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തു. 1780 സഭ ഇല്ലുമിനാറ്റികളെ നിരോധിച്ചത്. നിരോധനം കുറച്ച് കടുത്തതായതോടുകൂടി നമ്മുടെ ഇല്ലുമിനാറ്റികൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ജർമ്മനിയിൽ ഇല്ലാതായി. അതോടുകൂടി ഇവർ സ്വാഭാവികമായിട്ട് ജർമ്മനിയിൽ നിന്ന് ഫ്രാൻസിലേക്ക് ഈ ആശയത്തെ പകർത്തുകയും കുറേ ആൾക്കാരൊക്കെ ഫ്രാൻസിലേക്ക് പലായനം ചെയ്യുകയും ചെയ്തു.
ഇവർ ഫ്രാൻസിൽ ഒരു നല്ല വേരോട്ടം ഉണ്ടാക്കിയെങ്കിലും കുറേ നാളുകൾക്ക് ശേഷം ഇല്ലുമിനാറ്റികൾ മൊത്തത്തിൽ അപ്രത്യക്ഷരാവുകയും ഇല്ലുമിനാറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ ഇല്ലാതായി എന്നുള്ള തരത്തിൽ ഒരു പ്രചാരം ഉണ്ടാവുകയും ചെയ്തു. ഇല്ലുമിനാറ്റി നല്ലൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് ഇത് 1780-ലോ അപ്പോഴൊന്നും അവസാനിച്ച് കാണില്ല എന്നൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ കുറേ കൂടെ പോയി അന്വേഷിച്ചു. അപ്പോൾ കാതറിൻ ഓംസ്ലെറ്റ് എന്ന് പറയുന്ന ഒരു ചരിത്രകാരി പറഞ്ഞിരിക്കുന്നത് 1920-കളിൽ ഇല്ലുമിനാറ്റി വീണ്ടും തിരികെ ലോകത്തിലേക്ക് വന്നു എന്ന് ഒരു വലിയ വിഭാഗം ആൾക്കാർ വിശ്വസിച്ചിരുന്നു എന്നാണ്. ഇതിൽ ഫാസിസ്റ്റുകളൊക്കെ ധരിച്ചിരുന്നത് ഇല്ലുമിനാറ്റികൾ എന്ന് പറഞ്ഞാൽ ജൂതന്മാരാണ് എന്നും അവർ പറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമല്ല, രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ വലതുപക്ഷ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളും അതിലെ വിശ്വാസികളുമൊക്കെ ധരിച്ചിരുന്നത് ഇല്ലുമിനാറ്റികൾ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകളാണ്, അവരാണ് ഈ ലോകത്തിനെ ഇപ്പോൾ നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുമാണ്. അതുമാത്രമല്ല, അടുത്തൊരു വിഭാഗം ധരിച്ചിരുന്നത് ഇന്നത്തെ ലോകത്തിൻ്റെ, ആധുനിക ലോകത്തിൻ്റെ ഭാഗമാണ് ഈ ഇല്ലുമിനാറ്റികൾ എന്നാണ്. ഇത് മാത്രമല്ല, ആധുനിക ലോകത്തെ സൃഷ്ടിച്ചതും ആധുനിക ലോകത്തിൻ്റെ ഘടനയും ക്രമവുമൊക്കെ ഇന്നത്തെ രീതിയിലാക്കി മാറ്റിയതും ഇല്ലുമിനാറ്റികളാണെന്ന് ഒരു വലിയ സംഘം ആൾക്കാർ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. ഈ ഇല്ലുമിനാറ്റികളെ കുറിച്ച് നിഗൂഢമായിട്ടുള്ള തിയറികൾ ഉണ്ടാക്കിയെടുക്കുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം ഇത്തരം കഥകളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ശരിക്കും രസകരമായിട്ടുള്ള കാര്യം. 2013 അമേരിക്കയിൽ നടന്ന US പബ്ലിക് പോളിസി പോളിങ്ങിൽ 28% ആൾക്കാരും പോൾ ചെയ്തത് വിശ്വസിച്ചിരുന്നത് പുതിയ ലോകക്രമത്തിൻ്റെ നിലനിൽപ്പിലാണ്. ഈ ആൾക്കാരൊക്കെ വിശ്വസിച്ചിരുന്നത് പുതിയ ലോകക്രമത്തിൽ അമേരിക്കൻ പ്രസിഡന്റിനെ പോലും നിയന്ത്രിക്കുന്നത് ഇല്ലുമിനാറ്റികളാണ് എന്നുള്ളതാണ്. അതിനവർ ഉദാഹരണമായിട്ടൊക്കെ പറയുന്നത് 1991 നമ്മുടെ ജോർജ് W. ബുഷ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം പ്രസിഡൻഷ്യൽ ഓഫീസിൽ വെച്ച് നടത്തിയ ഒരു പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് നമുക്ക് മുമ്പുണ്ടായിരുന്നവർക്കുമൊക്കെ ഒരുപാട് കെട്ടുകഥകളൊക്കെ പറഞ്ഞു പരത്തി അടുത്ത തലമുറയെ വിശ്വസിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളത് ചെയ്തിട്ടില്ല. നല്ല രീതിയിലുള്ള ഒരു ഭരണവും ജനങ്ങൾക്ക് ക്ഷേമകരമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുകയും കാടത്വപരമായിട്ടുള്ള ഭരണ രീതികളൊക്കെ അവസാനിപ്പിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ UN ഒക്കെ സ്ഥാപിച്ച ആൾക്കാരുടെ മുന്നിൽ അമേരിക്കയ്ക്ക് കൂടുതൽ വിലയുണ്ടാവുകയും അമേരിക്കയ്ക്ക് ഇവരുടെയൊക്കെ മുകളിൽ കയറി നിൽക്കാൻ കഴിയുകയും ചെയ്യും എന്നാണ്. ഈ പ്രസംഗത്തിനെയൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്ത് ഒരു വിഭാഗം ആൾക്കാർ വിശദീകരിക്കുന്നത് ബുഷിനെ പോലെയുള്ള അമേരിക്കൻ പ്രസിഡന്റ് പോലും ഇല്ലുമിനാറ്റിയുടെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിച്ചിരുന്നത് എന്നാണ്. ഇതിലെല്ലാം ഉപരി ഇല്ലുമിനാറ്റിയുമായി ബന്ധപ്പെട്ട് ധാരാളം തിയറികൾ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ തിയറികളെല്ലാം തന്നെ ചേർത്ത് വയ്ക്കുന്നത് പുതിയ ലോകക്രമവുമായിട്ടാണ്. ചില തിയറികളിലൊക്കെ ബലമായിട്ട് പറയാൻ ശ്രമിക്കുന്നത് ഈ പുതിയ ലോകക്രമം തന്നെ ഇല്ലുമിനാറ്റിയാണ് എന്നുള്ളതാണ്. അമേരിക്കയിലെ ഒരു വലതുപക്ഷ പ്രചാരകനായ മാർക്ക് കോംബറ്റ് എന്ന് പറയുന്ന ഒരാൾ ആ കാലഘട്ടത്തിൽ പറഞ്ഞുണ്ടാക്കിയ ഒരു തിയറി എന്ന് പറയുന്നത് ഈ അമേരിക്കൻ പ്രസിഡന്റ് പോലും ഇല്ലുമിനാറ്റിയുടെ അടിയിലാണ് എന്നുള്ളതാണ്. UN അടക്കമുള്ള ഒരുപാട് സംഘടനകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇല്ലുമിനാറ്റിയാണ്. ഇവർക്കൊരു പ്രത്യേക അജണ്ടയുണ്ട്. അമേരിക്കക്കാരുടെ അവകാശങ്ങളൊക്കെ കവർന്നെടുത്തുകൊണ്ട് അതിശക്തമായ ഒരു പുതിയ ഗവൺമെൻറ് ഉണ്ടാക്കി ലോകത്തിൻ്റെ നിയന്ത്രണം കൈയാളുക എന്നുള്ള ലക്ഷ്യവുമാക്കിയിട്ടാണ് പുതിയ ലോകക്രമത്തിൽ ഇല്ലുമിനാറ്റികൾ പ്രവർത്തിക്കുന്നത് എന്നാണ് ഇദ്ദേഹം ഒരു തിയറി ഉണ്ടാക്കി അവതരിപ്പിച്ചത്. മറ്റൊരു തിയറി എന്ന് പറയുന്നത് മാർക്ക് ഐക്കെ എന്ന് പറയുന്ന ഒരാൾ അവതരിപ്പിച്ച തിയറിയാണ്. ആ തിയറി അനുസരിച്ച് അതിൽ പുള്ളി സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ലോക നേതാക്കളായ എലിസബത്ത് രാജ്ഞിയും ബരാക് ഒബാമയും ക്ലിൻ്റന്മാരും ഒക്കെ ഈ ഇല്ലുമിനാറ്റികളാണ് എന്നുള്ളതാണ്. ഇവരൊക്കെ ലോകത്തെ സംരക്ഷിക്കാൻ ശേഷിയുള്ള മാസ്മരിക പ്രഭാവമുള്ള വ്യക്തികളാണ് എന്നുള്ളതാണ്. ഈ ജനങ്ങളെ മുഴുവൻ സംരക്ഷിക്കുകയും അവർക്ക് ആശ്രയമാവുകയും ചില സമയങ്ങളിൽ ഈ ജനങ്ങളുടെയൊക്കെ തന്നെ ത്യാഗം ആവശ്യപ്പെടുകയും ചെയ്യുന്ന പ്രത്യേക തരത്തിലുള്ള ഒരു നേതാക്കളുടെ കൂട്ടമാണ് ഇവർ എന്ന് പുള്ളി പറയുന്നുണ്ട്, ഈ തിയറിയിൽ പറയുന്നുണ്ട്.
ഇത്തരം നേതാക്കളാണ് ഇലുമിനാറ്റികളെന്നും ഇവരാണ് ഈ പുതിയ ലോകക്രമത്തിൻ്റെ അടിസ്ഥാനമെന്നുമാണ് അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്നത്. പാറ്റ് റോബർട്ട്സൺ എന്ന് പറയുന്ന മറ്റൊരാളുടെ തിയറി എന്ന് പറയുന്നത് ഈ പുതിയ ലോകക്രമം എന്ന് പറയുന്നത് ആൻറ്റി ക്രൈസ്റ്റ് ആണെന്നാണ്. എന്ന് വെച്ചാൽ ക്രിസ്ത്യാനിറ്റിക്ക് എതിരായിട്ടുള്ളതാണ്. കാരണം ഈ പുതിയ ലോകക്രമം നയിക്കുന്നത് ഇലുമിനാറ്റികളാണ്. അവരൊക്കെ സാത്താൻ്റെ സേവകരാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇവരെല്ലാം ക്രിസ്തുവിനെതിരാണ് എന്നാണ് അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. അദ്ദേഹം ഇതിനെക്കുറിച്ചൊരു പുസ്തകം എഴുതുകയും ആ പുസ്തകത്തിലൂടെ ചില ഉദാഹരണങ്ങളൊക്കെ അദ്ദേഹം ഉന്നയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഫ്രഞ്ച് റവല്യൂഷൻ ഉണ്ടായതും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതപ്പെട്ടതും ഫെഡറൽ റിസർവ് ഉണ്ടാക്കിയതുമെല്ലാം ഈ ഇലുമിനാറ്റികളാണ്. ഇതെല്ലാം തന്നെ പുതിയ ലോകക്രമത്തിൽ ഇലുമിനാറ്റികൾക്കുള്ള സ്വാധീനമാണ് കാണിക്കുന്നത് എന്നാണ്. അതുമാത്രമല്ല, ഈ ലോകക്രമത്തിൽ ഈ ലോകത്തെ ഭരിക്കുവാനുള്ള അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ലൂസിഫറും അദ്ദേഹത്തിൻ്റെ സേവകരുമാണ് ഇലുമിനാറ്റിയിലൂടെ ശ്രമങ്ങൾ നടത്തുന്നത് എന്നും ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ തിയറിയിൽ പറഞ്ഞിട്ടുണ്ട്. ഡൊണാൾഡ് മാർഷൽ എന്ന് പറയുന്ന ഒരാൾ അവതരിപ്പിച്ച ഇലുമിനാറ്റി തിയറിയാണ് ഇതിലെല്ലാത്തിലും രസകരമായിട്ടുള്ള ഒരു തിയറി എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഈ ഇലുമിനാറ്റികൾ ലോകത്തുള്ള സെലിബ്രിറ്റികളെയൊക്കെ കൊല്ലുകയും പകരം അവരുടെ ക്ലോണുകളെ ഉണ്ടാക്കി ഇൻ്റർനെറ്റിലൂടെ അവരെ അവതരിപ്പിച്ച് ജനങ്ങളെയൊക്കെ വശീകരിക്കുവാൻ ശ്രമിക്കുകയാണ് എന്നുള്ളതാണ്. അന്നത്തെ പ്രശസ്തരായിട്ടുള്ള പാട്ടുകാരെയൊക്കെ ഇതുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം ഉദാഹരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ പ്രശസ്തരായിട്ടുള്ള പാട്ടുകാരൊക്കെ തന്നെ അവർ ധരിക്കുന്ന വസ്ത്രത്തിലും അവർ സ്റ്റേജുകളിൽ വേദികളിലൊക്കെ പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ കാണിക്കുന്ന കൈകൊണ്ടുള്ള അടയാളങ്ങളിലുമൊക്കെ പിരമിഡ് രൂപങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പിരമിഡ് രൂപമാണ് ഈ ഇലുമിനാറ്റികളുടെ ഒരു പ്രധാനപ്പെട്ട സിമ്പൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. ഇന്ന് ഇലുമിനാറ്റികളെ സൂചിപ്പിക്കുന്ന ഇടങ്ങളിലെല്ലാം തന്നെ ഈ പിരമിഡ് സിമ്പലും ഒരു കണ്ണിൻ്റെ രൂപവുമാണ് പ്രധാനപ്പെട്ട ഒരു കാഴ്ച എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഈ സെലിബ്രിറ്റികളുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ച ഇദ്ദേഹത്തിൻ്റെ തിയറിക്ക് കുറച്ച് കൂടുതൽ പ്രചാരം കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പഴയ കാലത്തെ പാട്ടുകാരെയും സെലിബ്രിറ്റികളെയും ഒക്കെ അദ്ദേഹം ഉദാഹരിച്ചുവെങ്കിലും ആധുനിക കാലഘട്ടത്തിൽ പല പാട്ടുകാരും സെലിബ്രിറ്റികളും ഒക്കെ ഇതിൻ്റെ പിന്നിലാണ്, ഇലുമിനാറ്റികളാണ് എന്നൊക്കെയാണ് ചിലരൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്നത്. നമ്മുടെ ലേഡി ഗാഗയൊക്കെ മഡോണയും ഒക്കെ ഇലുമിനാറ്റികളാണ് എന്ന് വിശ്വസിക്കുന്ന, ഈ തിയറി അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് വളരെ രസം തോന്നിയിട്ടുള്ള ഒരു അന്വേഷണത്തിൽ കിട്ടിയ കാര്യമാണ്. ഈ ഇലുമിനാറ്റികളെ കുറിച്ച് ഇനിയും ഒരുപാട് തിയറികളൊക്കെ ഉണ്ട്. പലരും പല കാര്യങ്ങളൊക്കെ പറയുകയും സമർത്ഥിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ചരിത്രപരമായിട്ട് അന്വേഷിക്കുകയാണെങ്കിൽ 1780 കാണാതെ പോയി എന്ന് പറയുന്ന ഇലുമിനാറ്റികൾ പിന്നെ തിരികെ വന്നിട്ടില്ല എന്നുള്ളതാണ്. 1920 ഇത് വീണ്ടും അവതരിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിനൊന്നും ഏതൊരു വിധത്തിലുള്ള തെളിവുകളും ഇല്ലെന്നാണ് ചരിത്രകാരന്മാർ ഒക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ചരിത്രത്തിനെ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ തരത്തിൽ തന്നെ നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാം എന്നുള്ളത് ഒരു വസ്തുതയാണ്. എങ്കിൽ കൂടി അതിനുശേഷവും പലരുടെ പേരിലും പല ആൾക്കാരുടെ സാഹചര്യങ്ങളിലുമൊക്കെ ഇലുമിനാറ്റി എന്ന് പറയുന്ന ആരോപണം നേരിടേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും സെലിബ്രിറ്റികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അവരിതിനോട് പ്രതികരിക്കുമ്പോഴും ഒക്കെ അതൊക്കെ ഒരു വലിയ വാർത്തകളുമായി തീരാറുണ്ട്. ഈ സെലിബ്രിറ്റികളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് പൃഥ്വിരാജിനെ കുറിച്ച് ഓർമ്മ വന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ലൂസിഫർ എന്ന് പറയുന്ന സിനിമ മോഹൻലാൽ അഭിനയിച്ച സിനിമയാണ്. പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ്. സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിച്ചത്. മലയാളത്തിൽ ഇന്ന് വരെ ഇറങ്ങിയ സിനിമകളിൽ ഒരു വലിയ ഹിറ്റാണ് ലൂസിഫർ എന്ന് പറയുന്ന സിനിമ. മറ്റ് ഭാഷകളിലൊക്കെ ലൂസിഫർ ഇപ്പോൾ നിർമ്മിക്കപ്പെടുന്നുണ്ട്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. ലൂസിഫർ ഇറങ്ങിയതിനു ശേഷം പൃഥ്വിരാജിനെ സിനിമ സംവിധാനം ചെയ്യിക്കാൻ വേണ്ടി രജനീകാന്ത് വരെ നേരിട്ട് വിളിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഈ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടും ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞതിൻ്റെ വിജയാഘോഷവുമായി ബന്ധപ്പെട്ടുമൊക്കെ പല വിധത്തിലുള്ള ഇൻ്റർവ്യൂകളിലൊക്കെ പൃഥ്വിരാജ് പ്രത്യക്ഷപ്പെടുകയും ഈ ഇലുമിനാറ്റി എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ ഒരു ചർച്ചയാക്കി മാറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൃഥ്വിരാജ് സ്വയം ഇലുമിനാറ്റി ആണെന്ന് പ്രഖ്യാപിക്കുകയും ടൊവിനോ തോമസ് എന്നെ കൂടെ ഇലുമിനാറ്റി ആക്കുമോ, ഇലുമിനാറ്റിയിൽ ചേർക്കുമോ എന്ന് ചോദിക്കുകയൊക്കെ ചെയ്തത് നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടതാണ്.
ഈ ലൂസിഫർ സിനിമ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഈ ഇലുമിനാറ്റികളെ കുറിച്ച് വായിക്കുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഈ ലൂസിഫർ സിനിമയുടെ മൊത്തം കഥാഗതിയുമായിട്ടും അതിലെ ചില കഥാപാത്രങ്ങളും ഒക്കെ ആയിട്ട് ഇലുമിനാറ്റിയുടെ പല തിയറികളും കോൺസെപ്റ്റുകളും ഒക്കെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ സിനിമ സംവിധാനം ചെയ്തും സിനിമ റിലീസ് ചെയ്തും ഒക്കെ പൃഥ്വിരാജ് ആകർഷിക്കുന്ന കൂട്ടത്തിൽ ഈ ഇലുമിനാറ്റി കണക്ഷൻ മനഃപൂർവ്വം തന്നെ പൃഥ്വിരാജ് പറഞ്ഞു വെച്ചതാകാനാണ് സാധ്യത. ഇനിയിപ്പോൾ പൃഥ്വിരാജ് ഒരു ഇലുമിനാറ്റി ആണെങ്കിൽ കൊള്ളാം, സന്തോഷമുള്ള കാര്യമാണ്. പൃഥ്വിരാജിൻ്റെ പല ഇൻ്റർവ്യൂവിലും ഒക്കെ അദ്ദേഹം മതങ്ങൾക്ക് അതീതന അല്ലെങ്കിൽ മതങ്ങൾക്ക് പുറത്തായി നിൽക്കുന്ന ഒരാളാണ്, ഈ മതവിശ്വാസങ്ങൾക്ക് അകത്തല്ല എന്നുള്ള തരത്തിലുള്ള ചില പ്രകടനങ്ങളൊക്കെ അഭിപ്രായങ്ങളൊക്കെ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലുപരി അദ്ദേഹത്തിൻ്റെ പല സിനിമകളിലും ഇത്തരം വിഷയങ്ങളിലൊക്കെ വളരെ കട്ടിയുള്ള ശക്തമായ നിലപാടുകളൊക്കെ അദ്ദേഹം സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും കൊള്ളാം, പൃഥ്വിരാജ് ഒരു ഇലുമിനാറ്റി ആണെങ്കിൽ നമുക്ക് നല്ലത്, അദ്ദേഹത്തിന് നല്ലത് എന്ന് ചിന്തിക്കാം. ഇത്രയൊക്കെ ആയപ്പോൾ എനിക്കൊരാഗ്രഹം, പൃഥ്വിരാജിന് ഇലുമിനാറ്റി ആവാൻ പറ്റുമെങ്കിൽ എനിക്ക് എന്തുകൊണ്ടൊരു ഇലുമിനാറ്റി ആയിക്കൂടാ എന്നുള്ളത്. ഞാനൊരു ശ്രമം നടത്തി. നേരെ ഗൂഗിളാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട അടിസ്ഥാനം. നേരെ ഗൂഗിളിലോട്ട് കയറി ഇലുമിനാറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടോ അല്ലെങ്കിൽ അതിൽ ചേരാൻ കഴിയുമോ എന്നൊരു അന്വേഷണം നടത്തിയപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. illuminati.org എന്ന് പറഞ്ഞിട്ട് ഒരു മനോഹരമായൊരു വെബ്സൈറ്റ് ഞാൻ കണ്ടെത്തി. അതിനകത്ത് നമുക്ക് അംഗങ്ങളായിട്ട് ചേരുവാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഇമെയിൽ അഡ്രസ്സും നമ്മുടെ പേരും ഒക്കെ കൊടുത്തിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഇമെയിലിലേക്ക് ഒരു മെസ്സേജ് വരും. അത് തുറക്കുമ്പോൾ ഇലുമിനാറ്റിയിൽ ചേരുവാനുള്ള ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാനായിട്ടൊരു അറിയിപ്പ് വരും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു യന്ത്രമനുഷ്യനാണോ അല്ലയോ എന്ന് പരിശോധിക്കുന്ന ഒരു ഇൻ്റർനെറ്റ് സംവിധാനമുണ്ട്. ആ സംവിധാനങ്ങളിലൊക്കെ ക്ലിക്ക് ചെയ്യാനുള്ള കുറേ പടങ്ങളൊക്കെ വരും. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് നമ്മൾ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഇലുമിനാറ്റിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ ആ വെബ്സൈറ്റിനകത്ത് തിരികെ എത്തുകയും ചെയ്യും. ഇപ്പോൾ എന്നെ ഇലുമിനാറ്റിയിൽ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇത്രയൊക്കെ ചെയ്തു കേട്ടോ. ഇത്രയൊക്കെ ചെയ്തപ്പോൾ എന്നെ ഇലുമിനാറ്റിയിൽ എടുക്കാമെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ഈ ഇലുമിനാറ്റിക്ക് ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ട്വിറ്റർ അക്കൗണ്ട് ഉണ്ട്, യൂട്യൂബ് ചാനലുണ്ട്. മൊത്തത്തിൽ ഒരു ചെറിയ സംഭവമല്ല ഈ ഇലുമിനാറ്റി. കേരള കൗമുദിയിൽ എഴുതി വച്ചിരിക്കുന്നത് പോലെ ലോകത്തെ ഭരിക്കുന്ന ഏറ്റവും ശക്തരായിട്ടുള്ള ഭരണാധികാരികളും നേതാക്കളും എഴുത്തുകാരും സാഹിത്യകാരും ആർട്ടിസ്റ്റുകളും ഒക്കെ ചേരുന്ന ഒരു വലിയ അപ്പർ ക്ലാസ് ഏറ്റവും ഉയരെ നിൽക്കുന്ന വരേണ്യ വർഗമാണ് ഇലുമിനാറ്റികൾ എന്നാണ്. അത് തന്നെയാണ് ഇവരുടെ വെബ്സൈറ്റിലും ഒക്കെ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത്. എന്തായാലും സംഭവം കൊള്ളാം. എന്നെ ഇലുമിനാറ്റി ആക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്തായാലും ഇലുമിനാറ്റി ആയിട്ട് ഇനി വിശ്രമമുള്ളൂ.